മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥം ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സ വൈദ്യശാസ്ത്ര മേഖലയിൽ 5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പേറ്റന്റ് ലഭിച്ചു. ശ്രീചിത്രയുടെ പ്രശസ്തി ഒരിക്കൽ കൂടി കടൽ കടക്കുന്നു. മഞ്ഞളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കുർക്കുമിൻ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സാ സാങ്കേതിക വിദ്യ ശ്രീചിത്രയിലെ ഡോക്ടർ ലിസി കൃഷ്ണനും സംഘവുമാണ് വികസിപ്പിച്ചത്. കുർക്കുമിൻ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമെന്നത് നേരത്തെ തന്നെ പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിരുന്നു. എന്നാൽ വെള്ളത്തിൽ അലിയിക്കാനാകാത്ത കുർക്കുമിൻ കോശങ്ങളിലേക്ക് എത്തിക്കാൻ മാർഗമില്ലാത്തതായിരുന്നു വെല്ലുവിളി. ഈ പ്രതിസന്ധി മറികടക്കാൻ കുർക്കുമിനും പ്രോട്ടീനുകളും ചേർത്തുള്ള കനം കുറഞ്ഞ പാളികൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ശ്രീചിത്ര സംഘം വികസിപ്പിച്ചത്. ക്യാൻസർ ബാധിച്ച കോശങ്ങളിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ പാളികൾ പതിപ്പിക്കും. കുർക്കുമിൻ ആഗിരണം ചെയ്യപ്പെട്ട ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ 6 വർഷത്തെ പ്രയത്നമാണ് വിജയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഉള്ള കീമോതെറാപ്പിക്ക് ഒരു ബദലാണെന്നല്ല പറയുന്നത്. ഇതൊരു ചികിത്സയായിട്ട് വരികയാണെങ്കിൽ ലോക്കൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കീമോതെറാപ്പിയുടെ പോലെയുള്ള ജനറൽ സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് കുറവാകാനായിരിക്കും സാധ്യത എന്നാണ് പറയുന്നത്. സയൻറ്റിഫിക് ആയിട്ട് എല്ലാം തെളിയിച്ചു കഴിഞ്ഞിട്ടേ സൈഡ് ഇഫക്റ്റ് കുറവാണ്, മറ്റേതിനേക്കാട്ടിലും ബെറ്റർ ആയിരിക്കും, ഇതൊക്കെ പറയാൻ പാടുള്ളൂ. US പേറ്റന്റ് ലഭിച്ചതോടെ സാങ്കേതിക വിദ്യ മരുന്ന് ഗവേഷണ സ്ഥാപനങ്ങൾക്ക് കൈമാറും. പ്രകൃതിദത്ത പദാർത്ഥങ്ങളിൽ നിന്ന് വികസിപ്പിക്കുന്നതിനാൽ ചികിത്സാരീതി ചെലവ് കുറഞ്ഞതാകുമെന്നാണ് വിലയിരുത്തൽ. കുർക്കുമിനും ആൽബുമിനും സംയോജിപ്പിച്ച് നരമ്പുകളിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന സാങ്കേതിക വിദ്യ കഴിഞ്ഞ വർഷം ശ്രീചിത്ര വികസിപ്പിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.